മലയാളികൾ ഇഷ്ടപ്പെട്ട താരമാണ് കൊല്ലം സുധി. അതുകൊണ്ട് തന്നെ ആ താരത്തിൻ്റെ മരണം ഇതുവരെയും മലയാളികൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. അതേസമയം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം കടുത്ത സൈബർ ആക്രമണമാണ് നേരിടുന്നത്. രേണുവിൻ്റെ വസ്ത്രധാരണം മാത്രമല്ല റീലുകളും ഒക്കെ വിമർശിക്കപ്പെടുന്നുണ്ട്. മറ്റൊരു പുരുഷനൊപ്പം രേണു അഭിനയിക്കുന്നത് പോലും പലർക്കും ഇഷ്ടമാകുന്നില്ല. ഇപ്പോൾ സുധിയുടെ ഭാര്യ ആയതിൻ്റെ പേരിൽ തന്നോട് വീട്ടിലിരിക്കാൻ പറയുന്നവരെക്കുറിച്ച് സംസാരിക്കുകയാണ് രേണു. യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് താരം സംസാരിക്കുന്നത്. താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ: സുധിച്ചേട്ടനോടുള്ള സ്നേഹം ഒഴുകുകയല്ലേ. ലോക്ക്ഡൗൺ സമയത്ത് സുധിച്ചേട്ടനും എനിക്കും ഞങ്ങളുടെ കുടുംബത്തിന് ഒരു പ്രശ്നമുണ്ടായി. അന്ന് ഇവരെ ആരെയും കണ്ടില്ല. സഹപ്രവർത്തകരുണ്ടായിരുന്നു, കുടുംബവും ഉണ്ടായിരുന്നു. നമ്മളെ ചതിയിലൂടെ പ്രശ്നത്തിലാക്കിയതാണ്. അത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. മറ്റൊരു അവസരത്തിൽ ഞാനത് പറയാം. ഇന്ന് ഈ കമൻ്റ് ഇടുന്ന ഒരുത്തനുമില്ലല്ലോ. സുധിച്ചേട്ടൻ മരിച്ച് 2 വർഷം ആകാറായി. അപ്പോഴാണ് ഇവരുടെയൊക്കെ സുധിച്ചേട്ടനുള്ള സ്നേഹം പൊട്ടിമുളക്കുന്നത്. അതേസമയം സുധിച്ചേട്ടൻ സഹപ്രവർത്തകർ വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ടെന്ന് രേണു പറയുന്നുണ്ട്. ബിനീഷ് ബാസ്റ്റിൻ ഒരിക്കൽ വന്നായിരുന്നു. പിള്ളേരെയൊക്കെ കണ്ടു. ഇടയ്ക്ക് അവർ വരുമെന്ന് പറയുകയും ചെയ്തുവെന്ന് താരം പറയുന്നു. സ്റ്റാർ മാജിക്കിൽ സുധിക്കൊപ്പമുണ്ടായിരുന്ന താരമായിരുന്നു ബിനീഷ് ബാസ്റ്റിൻ. സുധിച്ചേട്ടൻ്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെയാണ് അവസരം വരുന്നത്. ചേട്ടൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് ആദ്യം വിളിക്കുന്നതെന്നും രേണു പറയുന്നുണ്ട്. ഇപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഏറിൽ തന്നെയാണല്ലോ, അങ്ങനെ അവസരം വരുന്നുണ്ട്. ഇപ്പോൾ അഭിനയിക്കുന്ന ദയാവധത്തിലേക്ക് സംവിധാനം വിളിക്കുന്നത് ഈ കുട്ടിക്ക് ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ടല്ലോ, നമുക്കതൊന്ന് പോസിറ്റീവ് ആക്കാം എന്ന് പറഞ്ഞു തന്നെയാണെന്നാണ് രേണു പറയുന്നത്.